അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അയോധ്യ ക്ഷേത്രത്തിനുള്ളിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഷൂവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന ലോക്കർ റൂമാണ്. ഇത്രയും വലിയൊരു ലോക്കർ റൂമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, അതിൻ്റെ മുന്നിലുള്ള തിരക്കാണിത്. ഈ ആൾക്കാരൊക്കെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മൊബൈൽ ഫോൺ, വാച്ച്, പേഴ്സ്, ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും, മണി പേഴ്സ് നമുക്ക് വെക്കാൻ പറ്റും, പൈസയുള്ള പേഴ്സ് വെക്കാൻ പറ്റും. മറ്റ് ഇലക്ട്രോണിക് എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ അത് അലൗഡല്ല. മറ്റ് ബാഗുകളും ലേഡീസ് ബാഗുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും, അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ പ്രോപ്പറായി ചെക്ക് ചെയ്യുക എന്തൊക്കെയുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മൊബൈലും വാച്ചും ഇതൊക്കെയാണ് അവർ പിടിച്ചു വെക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ലോക്കർ റൂം കഴിഞ്ഞിട്ട് അതിന് തൊട്ട് ബാക്കിൽ വേറെ സെക്യൂരിറ്റി ചെക്ക് പോയിൻറ്റും കൂടി ഉണ്ട്. അവിടെ നിന്നും എല്ലാ രീതിയിലും ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പിടിച്ചു വെക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്കർ റൂമിന് വെളിയിലായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കുറേ ലോക്കർ റൂംസ് കാണാം. അല്ലെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളൊക്കെ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് വരിക. എങ്കിൽ നമുക്ക് ഈ വലിയ തിരക്കാണ് അയോധ്യയിലുള്ളത്. ആ ലൈനൊക്കെ ഈ കാണുന്നുണ്ട്, ഇത്രയും തിരക്കാണ്. ഇത്രയും ലൈനിൽ ഇങ്ങനെ നിന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ലോക്കറിൽ സാധനം വാങ്ങിക്കേണ്ടത്. ഹോട്ടലിൽ നിന്ന് പോയിട്ട് ഇത്രയും ദൂരം നടന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം തിരിച്ചു പോയി ഹോട്ടലിൽ വെക്കാമെന്നൊക്കെ അത്രയൊന്നും പോസിബിൾ അല്ല, അതിനാരും നിൽക്കത്തുമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സാധനങ്ങളൊക്കെ വളരെ കെയർ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ കാണുന്ന പോലുള്ള ഇതുപോലെ ഒരു ട്രേ നമുക്ക് തരും. ആ ട്രേയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അതേ ട്രേയിൽ ആ ലോക്കറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സാധനം എടുത്ത് കൊണ്ടുതരുന്നതാണ്. ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയിലാണ് അതിൻ്റെ പിറകെ വശം, അതായത് മുന്നേ വശം നമ്മൾ കൊടുക്കണം, പിറകെ വശം നമുക്കത് കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകാവുന്നതാണ്. ഈ വശമാണ് നമുക്ക് നമ്മുടെ ലോക്കറിൽ വെച്ച സാധനം തിരിച്ചെടുക്കാൻ പറ്റിയ ഭാഗം. ഇതാണ്. ഇവിടെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. അയോധ്യ ക്ഷേത്രത്തിൽ മൊബൈൽ, വാച്ച്, ക്യാമറ അങ്ങനെയുള്ള ഉപകരണമൊന്നും ഉള്ളിൽ അലൗഡല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക. താങ്ക്